ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് സൊല്യൂഷൻസ്. ഇപ്പോൾ നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇപ്പോൾ nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് സൊല്യൂഷൻസ് കിട്ടും. ആ സൊല്യൂഷൻസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാനുള്ള കണ്ടീഷനാണ്, അതിൻ്റെ ഡെഫിനേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എ സെറ്റ് ഓഫ് ഫങ്ഷൻസ് f1 of x, f2 of x, etc. fn of x is said to be linearly dependent on an interval I if there exist constants c1, c2, etc. cn not all 0 such that c1 into f1 of x plus c2 into f2 of x plus etc. plus cn into fn of x is equal to 0 for every x in the interval I. ഇപ്പോൾ നമുക്ക് n ഫങ്ഷൻസ് f1 of x, f2 of x, etc. fn of x ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ, ഒരു ഇൻ്റർവെലിനകത്ത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ആ ഇൻ്റർവെലിൽ എന്ത് ചെയ്യണം? കുറച്ച് കോൺസ്റ്റൻസ് എക്സിസ്റ്റ് ചെയ്യണം. c1, c2, etc. cn എല്ലാ വാല്യൂ എന്താവാൻ പറ്റില്ല? 0 ആവാൻ പറ്റില്ല. c1, c2, etc. cn എല്ലാ വാല്യൂസും 0 ആവാൻ പറ്റില്ല. എന്നാൽ ഏതെങ്കിലുമൊക്കെ 0 ആവാം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഇൻ്റർവെലിനകത്ത് f1, f2, etc. fn എന്ന് പറയുന്ന ഫങ്ഷൻസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവണമെങ്കിൽ അവിടെ കുറച്ച് കോൺസ്റ്റൻസ് c1, c2, etc. cn എല്ലാ കോൺസ്റ്റൻറ്റും ഒരുമിച്ച് 0 ആവാൻ പറ്റില്ല. സച്ച് ദാറ്റ് c1 f1 of x plus c2 f2 of x plus etc. plus cn fn of x is equal to 0 for every x in the interval I. ആ ഇൻ്റർവെലിനകത്ത് ഏതൊരു പോയിന്റ് x എടുത്താലും അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് c1 f1 of x plus c2 f2 of x plus etc. plus cn fn of x equal to 0 ആയിരിക്കണം. ബട്ട് എല്ലാ ci'സും എന്താവാൻ പറ്റില്ല? 0 ആവാൻ പറ്റില്ല. ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് കിട്ടണം. പക്ഷേ c1, c2, etc. cn എല്ലാം 0 ആവാൻ പറ്റില്ല. 0 ആണെങ്കിൽ c1, c2, etc. cn വരെ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, രണ്ട് സൈഡും 0 എന്ന് വരുന്നുണ്ട്. സോ അങ്ങനെയല്ല, c1, c2, etc. cn അതിൽ എല്ലാ വാല്യൂസും ഒരുമിച്ച് 0 ആവാൻ പറ്റില്ല എന്നാണ് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ f1, f2, etc. fn ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയും. ഇനി നമ്മൾ എടുക്കുമ്പോൾ c1, c2, etc. cn എല്ലാ വാല്യൂസും 0 ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളതിനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. That is, a set of functions is not linearly dependent on the interval I, it is said to be linearly independent. Or in other words, a set of function is linearly independent on an interval I if the only constants for which c1 f1 of x plus c2 f2 of x plus etc. plus cn fn of x is equal to 0 for every x in the interval are c1 0, c2 0, etc. cn equal to 0. ഇപ്പോൾ ഒരു ഫംഗ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ നോക്കാൻ എന്ത് ചെയ്യണം? അവിടെ നമ്മളൊരു കോൺസ്റ്റൻസ് എടുക്കുക. ഇപ്പോൾ n ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ n കോൺസ്റ്റൻസ് എടുക്കുക, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതുക. c1 f1 of x plus c2 f2 of x plus etc. cn fn of x. ഇതിൽ എല്ലാ ci'സും ഈക്വൽ ടു 0 വരികയാണെന്നുണ്ടെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അല്ല, c1, c2, etc. cnലെ ഏതെങ്കിലുമൊക്കെ വാല്യൂസ് 0 അല്ലാണ്ട് സം ഈക്വൽ ടു 0 എന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ f1, f2, etc. fnനെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയും. കോൺസ്റ്റൻസ് എല്ലാം 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ഒരു കോൺസ്റ്റൻ്റ് എങ്കിലും 0 അല്ലാണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ ഫങ്ഷൻസ് f1 of x equal to cos square x, f2 of x equal to sin square x, f3 of x equal to tan square x, f4 of x is equal to sec square x in the interval open interval minus pi by 2 to pi by 2. അപ്പോൾ ഇൻ്റർവൽ തന്നിട്ടുള്ളത് minus pi by 2 to pi by 2 ആണ്. 4 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്: cos square x, sin square x, tan square x, sec square x. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത്? 4 കോൺസ്റ്റൻസ് എടുക്കാം, എന്നിട്ട് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതുക. അല്ലേ, n ഫംഗ്ഷൻ ആണെങ്കിൽ n കോൺസ്റ്റൻസ് എടുക്കണം. അപ്പോൾ ഇവിടെ 4 ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. സോ ഫോർ എനി കോൺസ്റ്റൻറ്റ് c1, c2, c3, c4, c1 into f1 of x plus c2 into f2 of x plus c3 into f3 of x plus c4 into f4 of x is equal to എന്തായാലും c1 into f1 എന്ന് പറഞ്ഞാൽ cos square x, c2 sin square x plus c3 f3 പറയുന്നത് tan square x ആണ്, f4ന് പകരം sec square x എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം cos square x എന്ന് പറഞ്ഞാൽ 1 minus sin square x ആണ്. അതുപോലെ sec square x 1 plus tan square x ആണ്. അപ്പോൾ അത് അതിൻ്റെ ടേംസിൽ എഴുതി c1 into cos square xന് പകരം 1 minus sin square x plus c2 sin square x plus c3 tan square x plus c4 into sec square xന് പകരം 1 plus tan square x. ഇനി നമുക്ക് ഇതിനൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് വരും? c1 into 1 c1
plus c1 into minus sin square h minus c1 sin square h plus c2 sin square h plus c3 tan square h plus c4 plus c4 tan square h എന്ന് കിട്ടി. ഇനി ഒരുമിച്ചുള്ള ടേംസ് ഒക്കെ കമ്പൈൻ ചെയ്ത് ചെയ്താൽ ഇവിടെ c1 ഇതിൽ c1 sin square h c2 sin square h. ഇപ്പോൾ രണ്ടെണ്ണത്തിൽ നിന്നും കൂടെ sin square h കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ c2 minus c1 into sin square h plus c3 ഇവിടെ c3 tan square h ഉണ്ട്, ഇവിടെ c4 tan square h ഉണ്ട്. രണ്ടെണ്ണത്തിൽ കൂടെ tan square h പുറത്തേക്ക് എടുക്കുക. അപ്പോൾ c3 plus c4 into tan square h plus c4 എന്ന് കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? എല്ലാ കോൺസ്റ്റൻസും ഈക്വൽ ടു 0 അല്ലാണ്ട്, അതായത് c1 ഇപ്പോൾ ഇതിൽ c1 c2 c3 c4 0 ആണെന്നുണ്ടെങ്കിൽ ഇത് ഈക്വൽ ടു 0. പക്ഷെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? എല്ലാ കോൺസ്റ്റൻസും 0 അല്ലാണ്ട്, 0 അല്ലാത്തൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു 0 വരുവാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിതിന് c1ന് 1 കൊടുക്കാം, c2നും 1 എന്ന് കൊടുത്തു. c1നും c2നും 1 കൊടുത്താൽ എന്ത് വരും? ഇത് 1 പ്ലസ് c1നും c2നും 1 കൊടുത്താൽ ഇത് 0 ആയി. അപ്പോൾ ഈ ടേം ഫുള്ളായിട്ട് 0 ആയി പോയി. അപ്പോൾ ഇത് ക്യാൻസൽ ആവും. ഇവിടെ ഒരു 1 ഉണ്ട്. ഇനിയുള്ളത് c3 പ്ലസ് c4 tan square h പ്ലസ് c4. ഒക്കെ c1നും c2നും 1 കൊടുത്താൽ ഇവിടെ ഒരു 1 മാത്രം ബാക്കി വരും. ഇനി ഇവിടെ c3യും c4ഉം ഉണ്ട്. c3ക്കും c4നും 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? 1 പ്ലസ് ഇവിടെ ഒരു tan square hന്റെ ടേം വരും. അപ്പോൾ ഇവിടെ 1 കൊടുക്കാൻ പറ്റില്ല. ഒന്നിന് 1ഉം ഒന്നിന് 0 ആണ് കൊടുക്കണമെന്ന് വിചാരിക്കാം. c4ന് 0 കൊടുത്തു കഴിഞ്ഞാൽ c3ക്ക് 1 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് 1 പ്ലസ് 1 അല്ലെങ്കിൽ 1 പ്ലസ് tan square h എന്ന് വരും. നമുക്ക് ഈക്വൽ ടു 0 എന്നാണ് കിട്ടേണ്ടത്. സോ c1നും c2നും 1 കൊടുത്തു. c1 ഈക്വൽ ടു c2 ഈക്വൽ ടു 1 കൊടുത്താൽ ഇവിടെ ഒരു c1 ഉണ്ട്, ഇവിടെ 1 ഉണ്ടാവും. ഇനി ഇതിന് നമുക്ക് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കാം. അപ്പോഴാണ് ഇതിന് tan square hന്റെ ടേം കൂടെ 0 ആവുള്ളൂ. അപ്പോൾ c3ക്ക് 1ഉം c4ന് -1 ആണ് കൊടുക്കണമെങ്കിൽ ഇവിടെ 1 ഉണ്ട്. 1 പ്ലസ് -1 ഈ ടേം ഫുൾ 0 ആയിപ്പോയി. c4ന് ഒരു -1 കൊടുത്താൽ ഇവിടുത്തെ 1ഉം -1ഉം കൂടെ 0 ആവും. അപ്പോൾ നമ്മൾ എന്താ എടുക്കുന്നത്? c1ന് 1, c2ന് 1, c3ക്ക് 1, c4ന് പകരം -1 എന്ന് കൊടുക്കുക. അപ്പോൾ ഈ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്നും 0 ആയിട്ട് എടുത്തിട്ടില്ല. c1 1, c2 1, c3 1, c4ന് -1. പക്ഷെ ഇതിന്റെ സം എടുക്കുമ്പോൾ എന്ത് വരുന്നുണ്ട്? ഈക്വൽ ടു 0 എന്ന് വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? f1 of h, f2 of h, f3 of h, f4 of h എന്ന് പറയുന്ന ഫംഗ്ഷൻ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ് ഓൺ ദ ഇന്റർവൽ -π/2 to π/2. എല്ലാ സീകളും 0 അല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഫംഗ്ഷനെ 0 ആക്കാൻ പറ്റുന്നുണ്ട്. സോ ഈ ഫംഗ്ഷൻസ്, ഈ 4 ഫംഗ്ഷൻസ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് കിട്ടി. അടുത്ത എക്സാമ്പിൾ, ദ ഫംഗ്ഷൻസ് f1 of h is equal to 1 plus h, f2 of h is equal to h, f3 of h is equal to h square are linearly independent. ഇപ്പോൾ ഇവിടെ 3 ഫംഗ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പറയുന്നത്. ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ c1 0, c2 0, c3 0 എന്ന് കിട്ടണം. ഇവിടെ നോക്കാം, ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇൻ ദ ഇന്റർവൽ -∞ to ∞ ആണ്. അപ്പോൾ നമ്മൾ 3 കോൺസ്റ്റൻസ് എടുക്കുക. c1 into f1 of h, c2 into f2 of h plus c3 into f3 of h equal to 0. അപ്പോൾ for any constant c1, c2, c3 and for every h നമുക്ക് എന്ത് ചെയ്താൽ c1 f1 of h plus c2 f2 of h plus c3 f3 of h equal to 0, which implies നമുക്ക് കിട്ടേണ്ടത് each ci's are 0 എന്ന്. അപ്പോൾ c1 into f1 of h തന്നിട്ടുള്ളത് 1 plus h ആണ്. f2 of h h, f3ക്ക് പകരം h square, which is equal to c1 into 1 plus h plus c2 into h plus c3 h square equal to 0. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എഴുതുക. അപ്പോൾ c1 plus c1h plus c2h plus c3h square equal to 0. രണ്ട് ടേമിലും h കോമൺ ആണ്. അപ്പോൾ c1 plus c2 into h plus c3h square equal to 0. ഇതെപ്പോഴാണ് ഈക്വൽ ടു 0 ആവുക? h എന്തായാലും 0 ആവില്ല, കാരണം h എന്ന് പറയുന്നത് ഇവിടുത്തെ വേരിയബിൾ ആണ്. സോ നമുക്ക് കോൺസ്റ്റൻസിനാണ് വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ c1 0 ആവണം, c1 plus c2 0 ആവണം, c3 0 ആവണം. c1 plus c2 0 എന്ന് പറഞ്ഞാൽ c1 equal to -c2. ദാറ്റ് ഈസ് c1 equal to 0. അപ്പോൾ c1 0 ആണെങ്കിൽ c2 0 ആയിരിക്കും, c3 0. അപ്പോൾ നമുക്ക് c1 f1 of h plus c2 f2 of h plus c3 f3 of h equal to 0 implies c1 0, c2 0, c3 0 എന്ന് കിട്ടി. Hence f1 of h, f2 of h, f3 of h are linearly independent. അപ്പോൾ ക്വസ്റ്റ്യനിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്നാണ് കാണിക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് നമുക്ക് c1, c2, c3 0 ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. മറ്റേത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
ആ ഫംഗ്ഷൻ നമ്മൾ എടുത്തു. C1 C2 C3ക്ക് ഏത് വാല്യൂ കൊടുത്താലാണ് ഫംഗ്ഷൻ 0 ആവുക നോക്കാം. അതിൽ എല്ലാ CIസും 0 അല്ലാത്ത ഏതെങ്കിലും വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 3 ഫംഗ്ഷനാണ് C1 C2 C3, അതിന് സീറോസ് എന്നല്ലാണ്ട് വേറെ ഏതെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ് 0 ആവുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് ചെയ്യാം. ഇനി അടുത്തൊരു ഡെഫിനേഷനാണ് റോൺസ്കിയൻ. റോൺസ്കിയൻ എന്നുള്ളത്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് നോക്കുന്നത് കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഫോം യൂസ് ചെയ്ത് ചെയ്യാം. നമുക്ക് നമ്പർ സി ഈക്വൽ ടു 0 ആണെന്ന് കാണിച്ചാൽ മതി. പക്ഷെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ നമ്പറാണ് നമ്മൾ ചൂസ് ചെയ്യാമെന്ന് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലീനിയർലി ഡിപ്പെൻഡൻസ് ഇൻഡിപെൻഡൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് പുതിയൊരു മെത്തേഡാണ് യൂസ് ചെയ്യുക, റോൺസ്കിയൻ. അതാണ് നമ്മൾ പ്രോബ്ലങ്ങളിലൊക്കെ ചെയ്യുക. നമ്മൾ ഇനിയും ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ഇനി ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് അറിയണം. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നൊക്കെ നോക്കിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത ഡെഫിനേഷനാണ് റോൺസ്കിയൻ. സപ്പോസ് each of the function f1 of x, f2 of x, etc. fn of x possesses at least n-1 derivatives. The determinant w of f1, f2, etc. fn, അതിന് റോൺസ്കിയൻ ഓഫ് f1, f2, etc. fn എന്നാണ് വായിക്കുക. ഇറ്റ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് f1, f2, etc. fn ഫസ്റ്റ് റോയിൽ, സെക്കൻഡ് റോയിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് f1 ഡാഷ് f2 ഡാഷ് etc. fn ഡാഷ്. അടുത്ത റോ ഉണ്ടെങ്കിൽ തേർഡ് റോയിൽ f1 ഡബിൾ ഡാഷ് f2 ഡബിൾ ഡാഷ് etc. fn double dash etc. last n-1th row, nth rowയിൽ f1 n-1, f2 n-1 etc. fn n-1. അപ്പോൾ ഇവിടെ എന്താണ് റോൺസ്കിയൻ്റെ ഡെഫിനിഷൻ? നമുക്ക് n ഫംഗ്ഷൻസ് ഉണ്ട്, f1 of x, f2 of x etc. fn of x. n ഫംഗ്ഷൻസിന് മിനിമം n-1th ഡെറിവേറ്റീവ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ, അതായത് ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, f1ഉം f2ഉം രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് റോൺസ്കിയൻ ഓഫ് f1 f2 ഈക്വൽ ടു ഫസ്റ്റ് റോയിൽ ആ തന്നിട്ടുള്ള ഫംഗ്ഷൻ എടുത്ത് എഴുതും f1 f2, സെക്കൻഡ് റോയിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എഴുതേണ്ടത് f1 ഡാഷ് f2 ഡാഷ്. മൂന്നെണ്ണം വരികയാണെന്നുണ്ടെങ്കിലോ, മൂന്ന് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മിനിമം സെക്കൻഡ് ഡെറിവേറ്റീവ് വരെയെങ്കിലും എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ f1 f2 f3, f1 ഡാഷ് f2 ഡാഷ് f3 ഡാഷ്, f1 ഡബിൾ ഡാഷ് f2 ഡബിൾ ഡാഷ് f3 ഡബിൾ ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ n ഫംഗ്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മിനിമം n-1th ഡെറിവേറ്റീവ്സ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് റോൺസ്കിയൻ ഡിഫൈൻ ചെയ്യാം. അതിൻ്റെ ഫോമാണ് കൊടുത്തിട്ടുള്ളത്. റോൺസ്കിയൻ ഓഫ് f1 f2 etc. fn ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോയിൽ ആ ഫംഗ്ഷൻസ് തന്നെ എടുത്ത് എഴുതുക f1 f2 etc. fn, സെക്കൻഡ് റോയിൽ ഈ ഫംഗ്ഷൻസിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, തേർഡ് റോയിൽ ഫംഗ്ഷൻസിൻ്റെ തേർഡ് ഡെറിവേറ്റീവ്, nth റോയിൽ ഫംഗ്ഷൻസിൻ്റെ n-1th ഡെറിവേറ്റീവ്സ് ചെയ്താൽ. ഇവിടെ മുകളിൽ നമ്മളിങ്ങനെ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈംസ്, ഈ പ്രൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെറിവേറ്റീവ്സ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ്, ലാസ്റ്റിലെ n-1th ഡെറിവേറ്റീവ് ഓഫ് ആ ഫംഗ്ഷൻ എന്നാണ് യൂസ് ചെയ്യണത്. ഇനി ഇത് നമ്മൾ തിയറത്തിലാണ് പറയുക. റോൺസ്കിയൻ്റെ വാല്യൂസിനനുസരിച്ചിട്ടാണ് ഫംഗ്ഷൻ ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തിയറം ആണ്, തിയറം അടുത്ത ഈ സംഭവം.